ഹലോ നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയുണ്ടായി. സാധാരണ ഞാനങ്ങനെ വീഡിയോ ഓൺ വോയിസ് ചെയ്യാറില്ല. പക്ഷേങ്കില് ഇപ്പോ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അത് ചെയ്യണം, ഇനി പറയണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് തോന്നി. റീസൺ എന്താന്ന് വെച്ചാല് ഈ റീച്ചിന് വേണ്ടി മാത്രം ഇപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാല് പല രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. വെറും റീച്ചിന് വേണ്ടി എന്തിന് കണ്ടിട്ടാണ് ഈ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് ഇയാൾക്ക് കളി കളിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അയാളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ വീഡിയോ എടുക്കുകയും അയാളിന്റെ തൊട്ടുമില്ല അയാളെ ഒരുങ്ങി എന്തിനാ അയാളെ അടുത്ത് പോയി നിൽക്കുന്നത്? അയാൾ ചെയ്ത് ആ വീഡിയോ കണ്ടാലേ ഒരാളെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്കെല്ലാം ഒട്ടും മനസ്സിലാവുന്നില്ല. അയാൾ ആ കുടുംബം നോക്കുന്ന ഒരു കുടുംബസ്ഥനാണ്. ആ കുടുംബം വയ്യാതാരാവുന്നു, ഒരാളെ ജീവിതം ഇല്ലാതാവുന്നു. നിങ്ങൾക്കൊക്കെ ഈ തുണിയുടെ വലിപ്പം കുറച്ചും അതേപോലെ തന്നെ ഈ ആൾക്കാരെടുക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് എടുത്തിട്ട് ഈ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്താന്ന് എനിക്കറിയില്ല. അത്രയും മോശം അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും നല്ലവരല്ല, ഞാൻ നല്ലവരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കില് എന്തിനാണ് ഇതുപോലത്തെ റീച്ച്? നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല കണ്ടന്റ് എടുത്തിട്ട് എത്ര ആൾക്കാര് ഇൻസ്റ്റയില് വൈറലാകുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് എടുത്തിട്ട് ഇല്ല ഇതുപോലുള്ള ആൾക്കാരെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് റീച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ്? മനസ്സിലാവുന്നില്ല. എന്താ എന്ത് റീച്ചാണ് നിങ്ങൾ ഇതിന്റെ നേടി കിട്ടുന്നത്? എന്താ നിങ്ങൾക്ക് എന്ത് പബ്ലിസിറ്റി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഇപ്പൊ എന്നെ പോലെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. റിയാക്ഷൻ അല്ല ഇത്, ഇതിന്റെ പ്രതിഷേധമാണ്. നാളെ നമുക്കും സംഭവിക്കാം, എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് നാളെ സംഭവിക്കാം. നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ സ്വന്തം കൈ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി. ഈ മറ്റുള്ളവരെ സാധുക്കളായിട്ടുള്ള മറ്റ് സ്വന്തം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ? ഇതിനൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇന്നെങ്കിലും കുറച്ചെങ്കിലും ശ്രദ്ധ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അടുത്താണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒരു വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഇതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ അറിയുന്നല്ലേ. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് എന്ത് നേടാനാ? അത്രയും സങ്കടമായി പോയി. ഒരാള് സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, ഒരാള് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്, ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇതുപോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള, ഇല്ലെങ്കിൽ സാധാരണക്കാരൻ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത, ഇല്ലെങ്കിൽ അത് അറിയാൻ പോലും ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് എന്തിനാണ്